മലപ്പുറം കൊണ്ടോട്ടി വാഴക്കാട്ടെ കരിങ്കൽ ക്വാറി സർക്കാർ ഭൂമി കയ്യേറിയാണ് പ്രവർത്തിക്കുന്നത് എന്ന നാട്ടുകാരുടെ പരാതിയിൽ റവന്യൂ ജിയോളജി വകുപ്പുകൾ പരിശോധന തുടങ്ങി. ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം കൊണ്ടോട്ടി തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് പരിശോധന. വീടുകൾക്ക് ഭീഷണിയായാണ് ക്വാറിയുടെ പ്രവർത്തനമെന്നും നാട്ടുകാർ പരാതിയിൽ പറയുന്നു. കൊണ്ടോട്ടി വാഴക്കോട് അമ്പലക്കുഴിയിലുള്ള കരിങ്കൽ ക്വാറിയിലെ സ്ഫോടനം മൂലം സമീപത്തെ വീടുകളുടെ ചുമരുകൾ വിണ്ടുകീറാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി. പരിസ്ഥിതിക്ക് ദോഷമാകും വിധമാണ് ക്വാറികളുടെ പ്രവർത്തനമെന്ന് കണ്ടെത്തി ജിയോളജി വിഭാഗം ക്വാറിക്കുള്ള അനുമതി താൽക്കാലികമായി വിലക്കിയിരുന്നു. സർക്കാർ ഭൂമിയും അനുമതിയില്ലാതെ സ്വകാര്യ ഭൂമിയും കയ്യേറിയാണ് ക്വാറി പ്രവർത്തിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. അവരോടിപ്പോൾ ഞങ്ങൾ ഈ വിഷയം സംസാരിച്ച സമയത്ത് അവരും നമ്മോട് പറഞ്ഞത് അവർ പഠിക്കട്ടെ എന്നാണ് പറയുന്നത്. കാരണം ഇത്തരം വീടുകൾക്ക് വിള്ളലും പൊട്ടലും സംഭവിച്ചിട്ട് പോലും അവരിനിയും പഠിക്കാൻ വേണ്ടിയിട്ടാണ് അവർ തയ്യാറാകുന്നത്. അവരുടെ ആ പഠനത്തിന് ഞങ്ങൾ ഒരിക്കലും കാത്തു നിൽക്കുന്നില്ല. കാരണം നമ്മുടെ വീടിൻ്റെ പ്രശ്നമാണ്, നമ്മുടെ നാടിൻ്റെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിൽ അത് പൂർണ്ണമായും ഈ ക്വാറി ഇവിടുന്ന് എടുത്തു ഒഴിവാക്കുന്നത് വരെ ഞങ്ങൾ സമരമുഖത്തുണ്ടാകും. പരാതിയുടെ അടിസ്ഥാനത്തിൽ റവന്യൂ ജിയോളജി വകുപ്പുകൾ സംയുക്തമായി പരിശോധന ആരംഭിച്ചു. സർക്കാർ ഭൂമി കയ്യേറിയിട്ടുണ്ടോ എന്ന് വിശദമായി പരിശോധിച്ച് ജില്ലാ കളക്ടർക്ക് വകുപ്പുകൾ ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കും. നിയമം ലംഘിച്ചുള്ള ക്വാറിയുടെ പ്രവർത്തനം അനുവദിക്കില്ല എന്ന നിലപാടിലാണ് നാട്ടുകാർ. ന്യൂസ് മലയാളം, മലപ്പുറം.